ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. ഒരു തെരുവിന്റെ കഥ. കോഴിക്കോട്ടെ പൊതുസമ്മേളനങ്ങളും സാംസ്കാരിക പരിപാടികളും അണമുറിയാതെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മൈതാനമാണ് മുതലക്കുളം. അതിനോട് ചേർന്നാണ് ധോബിഘട്ട് അഥവാ ധോബിഖാന എന്നറിയപ്പെടുന്ന ചരിത്രപ്രസിദ്ധമായ പരമ്പരാഗത അലക്കുകേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. മുതിർന്ന മാധ്യമപ്രവർത്തകനും ചരിത്രാന്വേഷിയുമായ ശ്രീകുമാർ നിയതി മുതലക്കുളത്തിന്റെ കഴിഞ്ഞകാലം പറയുന്നു. കോഴിക്കോടിന്റെ മുതലക്കുളം അതിനൊരുപാട് കഥകളുണ്ട്. അതിലൊന്നാമത് സാമൂതിരിയുടെ താമസ സ്ഥലം ഇതിനോട് തൊട്ടായിരുന്നു, കോവിലകം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനോടനുബന്ധിച്ച് അവരുടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു വലിയ കുളമായിരുന്നു ഈ മുതലക്കുളം. പിന്നീട് ആ കുളത്തിൽ കുറെ മുതലകൾ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് പട്ടാളം ക്യാമ്പ് അടിച്ചിരുന്നത് ഈ മുതലക്കുളം മൈതാനത്തായിരുന്നു എന്ന് പറയാം. അപ്പൊ ആ സമയത്ത് മുതലക്കുളത്ത് താമസമാക്കിയ പട്ടാളക്കാരുടെ വസ്ത്രങ്ങൾ അലക്കാൻ തമിഴ്നാട്ടിൽ നിന്ന് ഉള്ള ഈ വസ്ത്ര അലക്കുന്ന ജോലിയുമായി ബന്ധപ്പെട്ടുള്ള അലക്കുകാരെന്നൊക്കെ നമ്മൾ പറയുന്ന ധോബി, അവരെ കൊണ്ടുവരാനുള്ളൊരു തീരുമാനമെടുക്കുകയും അങ്ങനെ കുറച്ച് കുടുംബങ്ങളെ മുതലക്കുളത്ത് പാർപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. അതിന് മുമ്പ് മറ്റൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ബ്രിട്ടീഷ് പട്ടാളം അക്കാലത്ത് ചില കുറ്റവാളികളെ ശിക്ഷയായിട്ട് ഈ മുതലയുള്ള കുളത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന പരിപാടി, അത് അങ്ങനെ ഒരു സംഭവം ഈ ഇതുമായി ബന്ധപ്പെട്ട ഒരു കഥയല്ല, കാര്യം തന്നെ. അത് കഴിഞ്ഞ ശേഷമാണ്, പിന്നീട് വൃത്തിയാക്കിയതിന് ശേഷമാണ് ഈ ധോബികളെ കൊണ്ടുവന്നിട്ട് അത് ഉപയോഗിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയത്. എന്നാൽ 1937 ആണ് ഈ സ്ഥലം അന്നത്തെ കലക്ടർ ധോബിഖാനയ്ക്കായി പൂർത്തിയാക്കി കൊടുത്തിട്ടുള്ളത്. ധോബിഖാനയിലെ 5ാം തലമുറയിൽപ്പെട്ട സന്തോഷ് സംസാരിക്കുന്നു. ഇത് മുതലക്കുളം എന്നിപ്പോ പേര് പറയുന്നത് മുതലയാർക്കുളം എന്നാണ് നമ്മളെ കാരണവർ നമുക്ക് പറഞ്ഞു തന്നത്. അത് മുതലക്കുളം എന്നുള്ളത് ഷോർട്ടായതാണ്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അലക്കുകാരെന്ന് പറഞ്ഞിങ്ങനെ ഒരു 85-90 ആളുണ്ടായിരുന്നു പഴയ. അവരൊക്കെ ഈ വികസനം വന്നപ്പോൾ എല്ലാവരും വീടും കാര്യങ്ങളൊക്കെ പോയപ്പോൾ എല്ലാവരും അത് വിട്ട് ഇവിടുന്ന് മുതലക്കുളത്ത് നിന്ന് എല്ലാവരും പോയി. ഇനിയുള്ളത് വളരെ അപൂർവമായിട്ട് കുറച്ച് കയ്യിലെണ്ണാൻ പറ്റുന്ന ആൾക്കാരേ ഉള്ളൂ. അതിലും പുതിയ തലമുറയായിട്ടൊന്നുമില്ല. പഴയ ആൾക്കാരെ ബാക്കിയുള്ള കുറഞ്ഞ ആൾക്കാർ ഇപ്പോഴും ഇവിടെ ജോലി ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അന്ന് നമ്മൾ തുണി പുഴുങ്ങുക ചെയ്യുക. തുണി പുഴുങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വെള്ളായി എന്നാണ് പറയുക. ഈ വെള്ളായി എന്ന് പറയുന്നത് നമ്മൾ പുഴുക്കുമുറി ഒരു ഇതാണ്. ഈ വെള്ളായി വെക്കുക പുഴുക്കുമുറിയിലാണ്. ഈ പുഴുക്കുമുറിയിൽ നമ്മളിപ്പോഴത്തെ ഈ വറുത്തായിക്ക് പൊരിക്കുന്ന ഇതുണ്ടല്ലോ അടുപ്പ്, അതുപോലത്തെ ഒരു അടുപ്പായിരിക്കും. അതിൽ നമ്മളൊരു ചെമ്പ് ഇറക്കി വെക്കും. ഇറക്കി വെച്ചിട്ട് അതിൽ പകുതി വെള്ളം പാരും. എന്നിട്ട് നമ്മൾ ഈ കൊണ്ടുവരുന്ന അഴുക്ക് തുണികളൊക്കെ കാരവും സോപ്പൊക്കെ ഇട്ട് മുക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ കോപ്പാത്ത എന്ന് പറയും. അത് നമ്മളങ്ങനെ പറയാമെന്ന് കോപ്പാത്തി വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് കാലത്ത് ഞങ്ങളിതെടുത്ത് കഴിഞ്ഞിട്ട് ഗ്രൗണ്ടിൽ പോയി കിണറ്റിൻ്റെ അടുത്ത് പോയിട്ട് വാഷ് ചെയ്തെടുക്കും. വാഷ് ചെയ്തിട്ട് ഇതിൻ്റെ കളമ്പ് പോക്കണം. കളമ്പ് എന്ന് പറയുന്നത് ഈ അഴുക്ക് കംപ്ലീറ്റ് പോക്കി വൃത്തിയാക്കിയിട്ട് നമ്മളത് അലക്കി ഉണക്കി ഇസ്തിരിട്ട് കൊടുത്തിട്ട് വേണം നമ്മളെ ഉപജീവനമാർഗം കഴിയാൻ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് വീട്ടിൽ അച്ഛനമ്മയ്ക്കും 5 മക്കളാണെങ്കിൽ ഈ അച്ഛനമ്മയും ഒരുമിച്ച് പണിയെടുത്തിട്ട് ഇവർക്കുള്ളത് കൊടുക്കണം. ചില മക്കളെ അന്ന് ഇറക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഈ പണിയിലേക്ക് വേണ്ടെന്ന് വെച്ചാൽ പിന്നെ പെട്ടെന്ന് അച്ഛനോ അമ്മയോ മരിക്കുമ്പോൾ കുട്ടികളിലേക്ക് ഇറങ്ങും. അങ്ങനെ വന്ന കുട്ടികളാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അതിന് രക്ഷപ്പെട്ടു പോയവരുണ്ട്. അച്ഛനമ്മ ഇതിൽ വിടാതെ കൊണ്ടുവരുന്ന ആൾക്കാർ കുറേ ഉണ്ട്. അവരൊക്കെ ഈ അലക്ക് പണിയിൽ നിന്ന് തന്നെ വിട്ട് മാറിപ്പോയി. ഈ തുണി അന്ന് കൊണ്ടുവന്നിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അന്ന് കിട്ടും ഒരു കഷ്ണത്തിന് 2 പൈസ ഷർട്ടിന്. കാച്ചിയാണ് ഏറ്റവും കൂടുതലുണ്ടാകുക. ഇത് കൊണ്ടുവന്ന് ഇവിടുന്ന് ഈ കാരം മുക്കി ഈ കോപ്പാത്തി ഇതിൽ വെച്ച് പുഴുങ്ങി അലക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലതിന് 2 പൈസ അല്ലെ 2 റുപ്യ വരെ എൻ്റെ ഓർമ്മയിൽ വാങ്ങിച്ചിട്ടുണ്ട്. അന്ന് കിട്ടിയിട്ട് 2 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അവരത്ര അധ്വാനിക്കണം. പുലർച്ചക്ക് 3-4 മണിക്ക് എണീക്കണം. എണീറ്റ് വീട്ടിൽ നിന്നൊരു കട്ടനും കുടിച്ച് പിന്നെ ഉള്ള ഭക്ഷണം മുഴുവൻ ഹോട്ടലിലാണ്.
ഹോട്ടലിൽ നിന്ന് ചില ടിപ്പിംഗ് പാത്രമായിട്ട് ഇറങ്ങുക. അതിന്ന് ഹോട്ടലിൽ പോയിട്ട് അവിടെ നിന്ന് 2 രൂപ കൊടുത്ത് ചായയോ ഒരു കായപ്പോ അല്ലെങ്കിൽ പൂളക്കിഴങ്ങോ എന്താ വാങ്ങിച്ചു കൊണ്ടുവരും. അതിൽ കുറച്ച് കറി വറന്ന് തരും. മൈതാനത്തു നിന്ന് കിണറ്റിൻ്റെ അടുത്ത് നിന്ന് ഞങ്ങളൊക്കെ കഴിക്കും. സ്കൂളിൽ പോകണമെങ്കിൽ തന്നെ പോകാൻ സാമ്പത്തികമൊന്നും ഉണ്ടാവില്ല. അന്ന് പിന്നെ ടീച്ചർമാർ കണ്ടിട്ടൊക്കെ വിളിച്ചുകൊണ്ട് പോകും. ചില ടീച്ചർമാർ പറയും നിങ്ങൾ മക്കളെ പഠിപ്പിക്കണം അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടുപോയി കുറേ ടീച്ചർമാരുണ്ട്. അവർ ഭക്ഷണം തന്ന ടീച്ചർമാരുണ്ട്. പിന്നെന്ന് പറയുകയാണെങ്കിൽ അതിൽ കുറേ ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുമുണ്ട്. ഈ പണി വിട്ടിട്ട് ഈ പണി എടുത്തിട്ട് ഞങ്ങളാരും രക്ഷപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പണിക്ക് ആരും സപ്പോർട്ടിങ് ഇല്ല. ഗവൺമെൻറ് ആയാലും ഇല്ല, പിന്നെ രാഷ്ട്രീയക്കാരായിട്ടോ ആരായിട്ടും നമുക്കൊരു സപ്പോർട്ടിങ് ഇക്കാലം വരെ ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ ആൾക്കാർക്ക് കിട്ടേണ്ടത് വരെ മറ്റുള്ളവർ എടുക്കുക. എല്ലാ സമുദായത്തിനും പലതും കിട്ടുന്നുണ്ട്. പക്ഷെ ഇന്നും അലക്ക് സമുദായത്തിന് ആരും ഒന്നും കൊടുക്കില്ല. അതായത് അലക്കുകാരല്ലേ, അവർക്ക് ആരുമില്ല. അതായത് ഒരു ലീഡർ ഇല്ല. പിന്നെ അവർ നോക്കണ്ട. അപ്പോൾ അലക്കാർ ഇവിടുന്ന് പോകണം. അപ്പോൾ അതിനുള്ള പദ്ധതിയാണ് അവർ ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവിടുന്ന് ഞങ്ങൾക്ക് ഡോബിക്കാനെന്ന് പറഞ്ഞിട്ട് ബട്ടർ റോഡ് കഷായാസ്പത്രീൻ്റെ പുറകിൽ ഞങ്ങൾ കുറച്ച് സ്ഥലം തന്നു. അന്ന് ഞങ്ങളുടെ ഡിമാൻഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ടൗണിലാണ് പണി. അപ്പോൾ ഇത് അവിടെ എത്തിക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് നിങ്ങൾ എന്ത് ചെയ്യണോ, 3 കുടുംബത്തിനൊരു ഓട്ടോറിക്ഷ എന്ന് വെച്ചാൽ ഞങ്ങൾ സാധനം കൊണ്ടുപോകാനോ കൊണ്ടുവരാനോ അല്ല, നമുക്ക് ജീവിക്കാനല്ല കേട്ടോ, ഈ സാധനം എത്തണമല്ലോ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അവർക്ക് ഡിമാൻഡായി. പിന്നെ ഞങ്ങൾ സൈക്കിൾ ചോദിച്ചു, അതും തരൂല. പണിയെടുക്കാനുള്ള സ്ഥലം മാത്രം അതവിടെ ഉണ്ട്. അത് നിങ്ങൾ എപ്പോഴായാലും ഇവിടുന്ന് പെട്ടെന്ന് പോകണം, മാറണം എന്ന് പറഞ്ഞു. അതിൻ്റെ ശേഷം ഞങ്ങൾ ആരും ഇവിടുന്ന് പോയിട്ടുമില്ല. മലയാളി വണ്ണന്മാരുണ്ട്. അതായത് മലയാളി വണ്ണന്മാരെന്ന് പറഞ്ഞാൽ ഈ തോർത്തുമുണ്ട് നെയ്ത്തിൻ്റെ. അപ്പോൾ അവർ ഇതിൽ കയറി കൂടി ആ സ്ഥലമൊക്കെ അവർ വാങ്ങി. അപ്പോഴും ഒറിജിനൽ ഡോബിക്ക് കിട്ടിയില്ല. ഈ അലക്കുകാർക്ക് അപ്പോഴും ഒന്നും കിട്ടിയില്ല. അതൊക്കെ മറ്റുള്ള പാർട്ടിപരമായിട്ടോ അങ്ങനെയുള്ള സംഗതികളൊക്കെ മറ്റുള്ളവരെടുത്ത്. ഇപ്പോഴും അലക്കുകാർ മുതലക്കുളത്ത് തന്നെ. ഇവിടെ ഇപ്പോൾ കാര്യമായിട്ടുള്ള എൻ്റെ അതായത് ഈ ഭരതയ്യ എന്ന് പറഞ്ഞ ആളെ വീട് മാത്രമേ ഉള്ളൂ. അത് എനിക്കിപ്പോൾ ഒരു 60-61 വയസ്സായി. ഞങ്ങളിപ്പോൾ 4 തലമുറ കഴിഞ്ഞ്. നമ്മൾ അധ്വാനിക്കുക, ജീവിക്കുക. ഞാനിപ്പോൾ പെയിൻറ്ററാണ്. ഞാൻ ഒരുപാട് അലക്കുപണി എടുത്ത ആളാണ്. ജനങ്ങളെ പുച്ഛി, അതായത് അലക്കാർ ആയും മുതലക്കുളത്ത് വരുന്ന ടീമാണ്. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, ഇന്നും അലക്കാരനായിട്ട് കഴിഞ്ഞോളൂ. കിട്ടിയാൽ തിന്നുക, അല്ല പോയി കിടക്കുക. അതല്ലാതെ ഇത് അന്വേഷിച്ച് വരാനോ അല്ല ആരെ സഹായിക്കാനോ ഇന്നും സമൂഹത്തിൽ ആരുമില്ല. നമ്മളൊരു 10,000 ഉറുപ്പ്യ വേണമെന്ന് ചോദിക്കുന്ന പരിപാടിയില്ല. എന്നുവെച്ചാൽ നമ്മൾ നയിച്ച് ജീവിക്കുന്നുണ്ട്, നമുക്ക് അവരത് വേണ്ട. കോഴിക്കോട്ടിന്റെ എല്ലാമെല്ലാമായ ഹാസ്യ സാമ്രാട്ട് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന രാമദാസ് വൈദ്യരുടെ നേതൃത്വത്തിൽ ഒരു വലിയ സംഭവം നടന്നിരുന്നു. കോഴിക്കോടിനെ അലക്കി വെളുപ്പിക്കുകയും നമ്മളെ പോലുള്ള ആളുകളുടെ കുപ്പായൊക്കെ വെളുപ്പിച്ച് നമ്മളെ സുമുഖന്മാരാക്കി സുന്ദരനാക്കി കഴിയുകയൊക്കെ ചെയ്യുന്ന പാവപ്പെട്ട ഈ അലക്കുകാരെ ആദരിക്കാൻ തീരുമാനിക്കുന്നു. അതിന്റെ മുന്നോടിയായിട്ട് അവർ ആദ്യം വൈദ്യരും സംഘവും ചെയ്തത് 2 അലക്കുകല്ലിനെയാണ് ആദ്യം ആദരിച്ചത്. അത് വലിയ വാർത്തകളായിരുന്നു. BBC വരെ റിപ്പോർട്ട് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അത്രയും വലിയൊരു സംഭവമായിരുന്നു. മുതലക്കുളത്ത് സ്ഥിതി ചെയ്യുന്ന അലക്കുകേന്ദ്രത്തെയും അവിടുത്തെ മനുഷ്യരെയും കുറിച്ചാണ് നമ്മൾ ഇതുവരെ കേട്ടത്. പ്രദേശവാസിയായ സന്തോഷിന്റെ ഓർമ്മകൾക്കൊപ്പം ശ്രീകുമാർ നിയതിയുടെ നിരീക്ഷണങ്ങളും. നിർവഹണ സഹായം ആദിത്യൻ SS. ഒരു തെരുവിന്റെ കഥ. ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ.